എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നെല്ലിക്ക അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തത്. ഏകദേശം 20 നെല്ലിക്കയുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിതൊരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിക്കയെല്ലാം പാകത്തിന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ അച്ചാർ തയ്യാറാക്കാനുള്ള കുറച്ച് ചേരുവകൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 15 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഉണക്കമുളകും വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആവി കയറ്റിയെടുത്ത നെല്ലിക്ക ചൂടാറിയ ശേഷം ചെറുതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളകാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. 3 ഉണക്കമുളകാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 15 അല്ലിയാണ് എടുത്തത്. ഇത് വളരെ ചെറിയ വെളുത്തുള്ളിയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയുമാണ് അടുത്തതായിട്ട് ചേർക്കേണ്ടത്. 5 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർക്കുന്നത്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിനു മുമ്പ് നെല്ലിക്ക ചമ്മന്തിയുടെയും നാരങ്ങ അച്ചാറിൻ്റെയും ഒക്കെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണാൻ മറക്കരുതേ. 1/2 ടീസ്പൂൺ വീതം ഉലുവപ്പൊടിയും കായപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി കൂടി ചേർക്കാനുണ്ട്. 1/4 കപ്പ് വിനാഗിരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഈ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. പിന്നെ ഇതിൽ ചേർക്കുന്ന വിനാഗിരിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാനിതിലേക്ക് 1/4 കപ്പ് വിനാഗിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ നെല്ലിക്ക അരപ്പുമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം വരെ കേടാകാതിരിക്കും. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം.
ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് ഈ നെല്ലിക്കയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഉണങ്ങിയ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വയ്ക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്